മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസം ചർച്ച ചെയ്യാൻ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. പുനരധിവാസത്തിനുള്ള കരട് യോഗത്തിൽ അവതരിപ്പിച്ചു. വിവരങ്ങൾ വിനയ രാജ് നൽകും. വിനയ, നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ വന്ന കാര്യങ്ങൾ? ഫൈനലായിട്ട് എപ്പോഴേക്കും ഒരു തീരുമാനം വരും? ലിബിഷ്, എന്തായാലും ഈ പുനരധിവാസ പദ്ധതിയുടെ മേൽനോട്ടത്തിന് പ്രത്യേക ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ യോഗത്തിൽ കരട് പദ്ധതി ചീഫ് സെക്രട്ടറിയാണ് യോഗത്തിൽ അവതരിച്ചത്. 1000 സ്ക്വയർ ഫീറ്റുള്ള ഒറ്റ നില വീടുകളായിരിക്കും ഈ ടൗൺഷിപ്പിൽ ഉണ്ടാവുക. അതേസമയം വീട് നിർമ്മിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച 38 സംഘടനകളുമായി അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്നും യോഗത്തിൽ പറയുകയുണ്ടായി. കൂടാതെ ഈ മാസം അവസാനമോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമോ ആയിട്ടായിരിക്കും മുഖ്യമന്ത്രി ഈ സംഘടനകളുമായി പ്രധാനമായും ചർച്ച നടത്തുക. കൂടാതെ ഈ ചർച്ചകൾക്കെല്ലാം തന്നെ ചീഫ് സെക്രട്ടറി ആയിരിക്കും നേതൃത്വം നൽകുന്നത്. പ്രധാനമായും ഇന്ന് യോഗത്തിൽ ചർച്ചയായതും എത്തരത്തിലുള്ള എത്ര ഭൂമി വാങ്ങണം, ഏത് തരത്തിലുള്ള ഏത് ഏജൻസിയാണ് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഏൽപ്പിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് യോഗത്തിൽ പ്രധാനമായും ചർച്ചയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമായും ചർച്ചയായത്. ഇനി ഇത് സംബന്ധിച്ച് ഈ തീരുമാനം ഇന്ന് വന്ന മന്ത്രിസഭാ യോഗത്തിൽ വന്ന തീരുമാനം അന്തിമമായാൽ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ്, ഫൈനൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രധാനമായും മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ ഈ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഈ വലിയ വിവാദങ്ങൾ ഉയർന്നൊരു പശ്ചാത്തലത്തിലായിരുന്നു ഇന്ന് ഒരു പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ നിരവധി വിവാദങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ച അല്ലെങ്കിൽ നിരവധി വിവാദങ്ങൾ ഉണ്ടായ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ചയായിട്ടുണ്ട്. ലിബീഷ്, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസം വേഗത്തിലാക്കാനുള്ള തീരുമാനത്തിലാണ് സർക്കാർ ഇപ്പോൾ ഉള്ളത്. പ്രത്യേക മന്ത്രിസഭാ യോഗം വിഷയം ചർച്ച ചെയ്തിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനയ.